ബീഹാറിൽ എന്തൊരു ദയനീയ പതനമായിരുന്നു കോൺഗ്രസിൻ്റേത്. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ 6 മാത്രമാണ് ജയം ഉറപ്പിക്കാനായത്. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ കോൺഗ്രസിന്റെ രണ്ടാമത്തെ മോശം പ്രകടനം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും വോട്ടർ അധികാർ യാത്രയും അതൊന്നും ബീഹാറിൽ ഏശിയില്ല. യാത്ര കടന്നുപോയ മണ്ഡലങ്ങളിലൊക്കെ ജനക്കൂട്ടം തടിച്ചു കൂടിയിരുന്നു. പക്ഷേ അവിടെയെല്ലാം കോൺഗ്രസ് വമ്പൻ തോൽവി ഏറ്റുവാങ്ങി. എന്താണ് ബീഹാറിൽ കോൺഗ്രസിന് സംഭവിച്ചത്? ഈ തോൽവിയിൽ നിന്ന് കോൺഗ്രസ് എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? അതിന് സമയമുണ്ടോ? ആദ്യം RDX റാപ്പ് കാണാം. 1985 ജഗന്നാഥ മിശ്ര സർക്കാർ അവിഭക്ത ബീഹാറിൽ അധികാരമേൽക്കുമ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്നത് 324-ൽ 196 സീറ്റുകൾ. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 71 സീറ്റായി ചുരുങ്ങിയത് ഒരു സൂചനയായിരുന്നു. പിന്നീട് ഇത് കോൺഗ്രസിന് 30 സീറ്റുകൾ പോലും തികച്ചു നേടാനായിട്ടില്ല. കഴിഞ്ഞ തവണ മഹാസഖ്യത്തിന് അധികാരം നഷ്ടമായപ്പോൾ കോൺഗ്രസിന് പഴിയത്രയും കേട്ടത് കോൺഗ്രസ് ആയിരുന്നു. 70 സീറ്റുകൾ ചോദിച്ചു വാങ്ങിയിട്ട് 19 സീറ്റേ ജയിക്കാനായുള്ളൂ എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. മോശം സ്ട്രൈക്ക് റേറ്റിന്റെ നിരക്ക് കോൺഗ്രസ് ഒന്നുകൂടി പുതുക്കി. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി, തൊഴിലില്ലായ്മ, കുടിയേറ്റ പ്രശ്നങ്ങൾ എന്നിവ പ്രതിപാദിച്ചുള്ള പ്രചാരണം വോട്ടർമാർ കണ്ട ഭാവം നടിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ വോട്ടറാധികാർ യാത്രയിലെ ആളും ആരവവും വോട്ടായില്ല. RJDയുമായുള്ള ശീതസമരവും വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷം രാഹുൽ ബീഹാറിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണവും കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തി. പല കാര്യങ്ങൾക്കും RJDയെ അമിതമായി ആശ്രയിക്കേണ്ടി വന്നു. പ്രാദേശികമായ ജനങ്ങളെ സ്വാധീനിക്കാനാവുന്ന ഒരു നേതാവ് ഇല്ലാഞ്ഞതും വലിയ തിരിച്ചടിയായി. PCC തലത്തിലെ അനൈക്യവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും തോൽവിയുടെ ആഘാതം വലുതാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. ഡാറ്റ ഷീറ്റ് പരിശോധിക്കാം. എന്തൊരു വലിയ തോൽവിയാണ് കോൺഗ്രസിന്. ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അവരുടെ ഏറ്റവും രണ്ടാമത്തെ വലിയ തോൽവിയാണ്. ഇത്തവണ 61 സീറ്റിലാണ് മത്സരിച്ചത് കോൺഗ്രസ്. നമ്മൾ പറഞ്ഞതുപോലെ 6 സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് 19 സീറ്റുകളായിരുന്നു. വലിയ തിരിച്ചടിയാണ്, പകുതിയിലേറെ കുറഞ്ഞു. 2015 27, 2010 4, 2005 9, 2023 സീറ്റുകളാണ് കോൺഗ്രസ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേടിയത്. സീമാഞ്ചൽ മേഖലയിലടക്കം കോൺഗ്രസിനേറ്റത് കനത്ത തിരിച്ചടിയാണ് എന്ന് നമ്മൾ കാണുന്നു. ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ ശോകമൂകമായിട്ടാണ് AICC ആസ്ഥാനം. പ്രത്യേകമായിട്ട് ഡാറ്റാ ഷീറ്റിൽ എഴുതേണ്ടത് തന്നെയില്ല, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. AICC ആസ്ഥാനം ആകപ്പാടെ ശോകമൂകമായിട്ട് ഇരിക്കുകയാണ്. കോൺഗ്രസ് ആസ്ഥാനത്തെത്താതെയാണ് പ്രധാന കോൺഗ്രസ് നേതാക്കൾ അവരവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് കഴിച്ചുകൂട്ടി. ബീഹാറിൽ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് കോൺഗ്രസ് ആയിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ജനഅധികാർ യാത്രയോടെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന കാര്യങ്ങളൊന്ന് ആരംഭിച്ചത്. ബീഹാറിലെ മോശം സംഘടനാ സംവിധാനവും പ്രാദേശിക നേതൃത്വത്തിൻ്റെ അഭാവവുമാണ് പ്രധാനപ്പെട്ട തോൽവിക്ക് കാരണം. കരുത്തരും ജനകീയരുമായ നേതാക്കൾ സംസ്ഥാനത്ത് ഇല്ലാത്തതും അവർക്ക് തിരിച്ചടിയായി. മഹാസഖ്യത്തിലെ പ്രശ്നങ്ങളും സൗഹൃദ മത്സരങ്ങളും കോൺഗ്രസിൻ്റെ വോട്ട് ചോർത്തിക്കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. AIMIM, JSP അടക്കം നിർണായക പരമ്പരാഗത വോട്ട് ബാങ്കുകൾ അവർ പുലർത്തി ഈ രണ്ട് പാർട്ടികൾ. വോട്ട് ചോരി അടക്കം ആരോപണങ്ങൾ സംസ്ഥാനത്ത് വേണ്ടത്ര പ്രതിഫലിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. വോട്ട് അധികാർ യാത്രയിലെ ജനപങ്കാളിത്തവും വോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ബീഹാറിലെ വൻ തോൽവിയിൽ രാഹുൽ ഗാന്ധിയെ പഴിച്ച് ദേശീയ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണ് ചീത്തവിളി കേൾക്കുന്നത്. വോട്ട് അധികാർ യാത്രയ്ക്ക് ശേഷം രാഹുൽ ബീഹാറിലെത്താൻ വൈകി എന്ന് ഇപ്പോൾ ആളുകൾ പറയുന്നു. രാഹുലിനെ ന്യൂനപക്ഷങ്ങൾ തള്ളി എന്ന പ്രചരണത്തിനും അദ്ദേഹത്തിന് ഇനി മറുപടി പറയേണ്ടതായിട്ട് വരും. രാഹുൽ ഗാന്ധി പ്രവർത്തന ശൈലി മാറ്റണമെന്ന് കോൺഗ്രസിൽ ആവശ്യമുയരും. പതിവായിട്ടത് അങ്ങനെ സംഭവിക്കാറുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തോൽവികളുടെ പ്രതീകമായി രാഹുൽ ഗാന്ധി മാറിയെന്ന് അമിത് മാളവ്യ BJP നേതാവ് പരിഹസിച്ചു. 2 പതിറ്റാണ്ടിനിടെ രാഹുൽ 95 തെരഞ്ഞെടുപ്പ് തോൽവികൾ ഏറ്റുവാങ്ങിയെന്നാണ് അദ്ദേഹത്തിനെതിരെ പരിഹാസമുള്ളത്. ബീഹാറിൽ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് പാർട്ടി പരിശോധിക്കണമെന്ന് ശശി തരൂർ വന്ന് പറഞ്ഞു. പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും ശശി തരൂർ ഇന്നിപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പറഞ്ഞു. ശശി തരൂർ പറഞ്ഞതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ബിനിലെ. പക്ഷേ എന്നാലും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ദേശവ്യാപകമായി തന്നെയും ഇതിൻ്റെ ഒരു ക്ഷീണം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടാകും. എന്താ തോന്നുന്നത്? ഉറപ്പായും സനീഷ്, ഈ ആകെ മെലിഞ്ഞു പോയിരിക്കുന്നു കോൺഗ്രസ്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ തൊഴുത്തിൽ കയറി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തടി വെക്കാനുള്ള വഴി നോക്കണം. ആ വഴി കോൺഗ്രസ് നോക്കുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജ്ഞാനേഷ് കുമാറിന് ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരണ സ്മരണ എന്ന് പറഞ്ഞ ആളുകളെല്ലാം പോസ്റ്റ് ഇടുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ മുഖ്യമന്ത്രിമാർ എല്ലാവരും ആ കാര്യം പറയുന്നുണ്ട്. സിദ്ധരാമയ്യ പോലും ആ പറയുന്നത് വോട്ട് ചോരി എന്നുള്ളതാണ്. പക്ഷേ ആ പ്രതിരോധത്തിൽ മാത്രം കോൺഗ്രസ് നിൽക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഒരു 12 മണ്ഡലങ്ങൾ മാത്രം ഞാൻ അവസാനം കയറി വരുന്നതിന് മുമ്പ് പരിശോധിച്ചു. മുസഫർ നഗർ അടക്കമുള്ള 12 മണ്ഡലങ്ങൾ. അവിടെ
12 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി റാലി നടത്തിയതാണ്. ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ലീഡ് ഉയർത്താൻ സാധിച്ചത്. അത് ജയിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല, 6 എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ലീഡ് നിലനിർത്തിയത്, ആദ്യഘട്ടം മുതൽ ലീഡ് നിലനിർത്തിയത് ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ്. ബാക്കി 11 കോൺഗ്രസ് അമ്പേ പുറകോട്ട് പോയിരുന്നു. അവിടെ എല്ലാം ലീഡ് നേടിയത് BJP ആണ്. അതായത് BJPയുമായി ഡയറക്റ്റ് ഫൈറ്റ് നിന്നിരുന്ന സ്ഥലമാണ്. അവിടെ പരാജയപ്പെടുക അല്ലെങ്കിൽ അവിടെ പിന്നോട്ട് പോവുക എന്നുള്ളത് കോൺഗ്രസ് ഇപ്പോൾ ബീഹാറിൽ അല്ലെങ്കിൽ പൊതുവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എത്തി നിൽക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു കൃത്യമായ പ്രതിഫലനമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ അംഗീകരിക്കാത്ത പ്രശ്നം, സംഘടനാ സംവിധാനം. നിങ്ങൾക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ ഈ കൗ ബെൽറ്റ് എന്ന് പറയുന്ന പശു ബെൽറ്റിൽ ഉണ്ടോ എന്ന ചോദ്യമുണ്ട്. ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം. രാഹുൽ ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ, പ്രിയങ്ക ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ വരും, ലക്ഷോപലക്ഷം ആളുകൾ വരും. പക്ഷേ ഇതൊന്നും വോട്ടായി മാറുന്നില്ല. അവരെല്ലാവരും ഈ വലിയ നേതാക്കളെ കാണുന്നതിന് വേണ്ടിയുള്ള കൗതുകത്തിന് അവിടെ വരുന്നു. അവർ കൈവീശി കാണിക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു, കൈയടിക്കുന്നു, പോകുന്നു. എന്നിട്ട് അവർ പോയി BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. എവിടെയാണ് കോൺഗ്രസ് ആദ്യം അഴിച്ചുപണി നടത്തേണ്ടത്? രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ പറയാം. പക്ഷേ ആദ്യം കോൺഗ്രസ് അഴിച്ചുപണി നടത്തേണ്ടത് അവനവൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ്. അവനവൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ യഥാർത്ഥത്തിലുള്ള ചിത്രം. ഞാൻ കരുതുന്നത് കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഈ വിധത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 2 ഉദാഹരണങ്ങൾ പറയാം. അമ്പയെ തകർന്നു പോയ 2 സംസ്ഥാനങ്ങളാണ് കർണാടകയും. കോൺഗ്രസ് നാമാവശേഷമായി പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലാൻ തീരുമാനിച്ച ഒരു സംസ്ഥാനമാണ് തെലുങ്കാന. അതായത് അവിടെ കോൺഗ്രസ് ഇല്ലാതായി പോയതാണ്. അവിടെ ഫ്രം ദ ആഷസ് അത് ഉദിച്ചു വന്നു എന്ന് പറഞ്ഞതുപോലെയാണ് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ, മല്ലു ഭട്ടി, വിക്രമാർക്ക ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നടന്നുണ്ടാക്കിയ പാർട്ടിയാണത്. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അവിടെ സർക്കാർ വന്നു. കർണാടകയിൽ DK ശിവകുമാറും ഒപ്പം തന്നെ സിദ്ധരാമയ്യയും നല്ലോണം പണിയെടുത്തിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മധ്യപ്രദേശിനെ ദേശീയ രാഷ്ട്രീയത്തിലെ ഹിന്ദുത്വ ഫാക്ടറി, അവരുടെ പരീക്ഷണശാല എന്ന് വിളിക്കുന്നത് പോലെ സൗത്ത് ഇന്ത്യയിൽ അവരവരുടെ പരീക്ഷണശാലയാക്കി വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കർണാടക. ആ കർണാടക അവർ ആകെ ടേൺ ചെയ്തു. അവരാദ്യം അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ വാഗ്ദാനങ്ങൾ നൽകിയതിനപ്പുറത്തേക്ക് ചെയ്തത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന അജണ്ടയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അവരുടെ പ്രഷർ ഗ്രൂപ്പുകളെല്ലാം തളച്ചു നിർത്തി എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ സുഗമമായി ഭരിക്കാൻ സാധിക്കുന്നു. അവിടെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. കോൺഗ്രസിൽ തമ്മിലടിയുണ്ട്. DK ശിവകുമാറിന് മുഖ്യമന്ത്രി കസേര വേണം, സിദ്ധരാമയ്യായിട്ട് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോൾ പോലും അവിടെ ആ ഭരണത്തെ നിലനിർത്തുന്നത് എന്നുള്ളത് അടിത്തട്ടിൽ സംഘടനയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവരെ വോട്ട് ചോരി കണ്ടുപിടിക്കാൻ പറ്റിയത്. ആദ്യം കണ്ടുപിടിച്ചത് കർണാടകയിലാണല്ലോ. അപ്പോൾ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷെ തിരിച്ചു വരണ്ട എന്ന് തീരുമാനിക്കുന്നത് നേതാക്കളാണ്. രണ്ടാമത് രാഹുൽ ഗാന്ധിയെ പറ്റിയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം ഇതിൻ്റെ പഴി ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഞാൻ കരുതുന്നത് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വെക്കാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവിൽ നമുക്ക് ലഭിക്കാവുന്ന ബെസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. മറ്റൊരു ആൾട്ടർനേറ്റീവ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെട്ടതാണെന്ന് തോന്നുവാണെങ്കിൽ സ്വാഭാവികമായും ജനത്തിൻ്റെ പിന്തുണ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ പഴിയെല്ലാം വെക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം, അതായത് ഈ തെരഞ്ഞെടുപ്പല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന പത്രസമ്മേളനം നേരിട്ട് ഡൽഹിയിലെ പഴയ ACC ആസ്ഥാനത്ത് നിന്ന് 24 റോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പോകാനുള്ളവരെല്ലാവരും പോകും. അതിനുശേഷം അദ്ദേഹം നടന്നിട്ടുള്ള CWC മീറ്റിങ്ങിലും പറഞ്ഞു, പോകാനുള്ളവർ പോകും, ഇനിയും പോകും, ഈ പാർട്ടി നന്നായി ശുഷ്കിക്കും എന്ന് പറഞ്ഞതാണ്. പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അക്കാര്യത്തിൽ എനിക്ക് രാഹുൽ ഗാന്ധിയോടുള്ളൊരു വിയോജിപ്പ്, ഈ പോകാനുള്ളവരെല്ലാം അങ്ങ് പോകട്ടെ എന്ന് മാത്രം വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. പോകാനുള്ളവരെ തള്ളിവിടുന്ന ഒരു പ്രവണത കോൺഗ്രസ് പാർട്ടിയിൽ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ശശി തരൂരിനെ പോലുള്ള ആളുകൾ എന്തായാലും ഇന്നലെ നാളെ പോകും എന്ന കാര്യത്തിൽ പൊതുവിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ആ വിധത്തിലാണ്, അല്ലെങ്കിൽ അതിനെ ബലമേകുന്ന നിലപാടുകളാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം, അദ്ദേഹം ഈ ലീഡർഷിപ്പിൽ എത്തുന്നു, അയാൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ആളുകളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മിഷനറി ഉണ്ടാക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി എഫോർട്ട് ഇടുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുക. നിശ്ചയമായിട്ടും ഇപ്പം ബിനിൽ ഈ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് തന്നെയും എന്ന് പറയാവുന്ന വിധത്തിൽ ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം തന്നെയാണ് എനിക്കിപ്പോഴുള്ളത്. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കോൺഗ്രസ് ആകെപ്പാടെ അടിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കുന്ന, രാഹുൽ ഗാന്ധി സകലമാന ചീത്തകളും കേൾക്കുന്ന ഈ ദിവസം ഞാൻ ഈ 2 കാര്യത്തിലും വിയോജിപ്പാണ്. കോൺഗ്രസ് എന്തോ വലിയ അപകടം പറ്റിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ആകെപ്പാടെ വലിയ ഒരു പരാജയമാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിലും വിചാരിക്കുന്നില്ല. കാരണം
എന്താ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്? ബീഹാർ നമ്മൾ നേരത്തെ തൊട്ടു മുമ്പിലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ബീഹാറിൽ 2-3 ഘടകങ്ങൾ ചേർന്നിട്ട് കുറച്ച് അധാർമികതയും കൂടെ ചേർന്നിട്ട് വമ്പൻ വിജയം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സർവേ ഫലങ്ങൾ പോലും കണ്ടെത്താത്തത്രക്ക് വലിയ വിജയം ഈ NDA ഉണ്ടാക്കിയ സമയത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ അവിടെ ദുർബലമായിരുന്ന കോൺഗ്രസ് ഒരല്പം കൂടെ ദുർബലമായി പോയി എന്നതിനെ ഇത്രമാത്രം അല്ലാതെ എതിർക്കേണ്ടുന്ന കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഈ തേജസ്വി യാദവിൻ്റെയും മറ്റും പാർട്ടി വിജയിക്കുകയും മഹാഗഡ്ബന്ധൻ നല്ല മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് കോൺഗ്രസ് ക്ഷീണിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറയാമായിരുന്നു. അല്ല, ആ മുന്നണി ആകപ്പാടെ തന്നെ അടിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസിനെ മാത്രമായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കോൺഗ്രസിന് വീഴ്ചയില്ല എന്നല്ല, അതിലേക്ക് ഞാൻ വരാം. കോൺഗ്രസ് 2020 9.48% വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്നു. 9.48%, 10 എന്ന് കൂട്ടുക. ഈ തവണ നമ്മൾ ഇതുവരെ അറിയുന്നവരെ 8.76% അവർക്കുണ്ട്. എന്ന് വെച്ചാൽ 1% വ്യത്യാസം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. വോട്ട് ശതമാനത്തിൽ അവർക്കുണ്ടായിരുന്ന വോട്ടിൽ ഇത്ര വലിയ തിരിച്ചടി വന്നപ്പോൾ പോലും ഈ 1% കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണാവുന്നതേ ഉള്ളൂ. അത് പിന്നെ രണ്ടാമതൊരു കാര്യം, ബീഹാർ ആദ്യകാലത്ത് എന്ന് വെച്ചാൽ ഇന്ത്യ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യകാലത്താണ് ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അവരുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ ബാബു എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ എവിടെയോ വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അത് ഈ ഉന്നത കുലജാതികൾ എന്ന് പറയുന്ന ജാതികൾ മാത്രം രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ കാലത്ത് അവർ മാത്രമായിരുന്നു കോൺഗ്രസ് ഈ എന്താണ് ഈ സവർണ കാസ്റ്റിൻ്റെ ഒരു വലിയ പാർട്ടിയായിരുന്നു. അതിനകത്തുനിന്ന് അവർക്ക് പിന്നോട്ട് വരാനേ പറ്റിയിട്ടില്ല. പക്ഷേ അത് പിന്നീട് ഒരു 60കളിലൊക്കെ വരുമ്പോഴേക്ക് 60കളിലൊക്കെ വരുമ്പോൾ കർപ്പൂരി താക്കൂർ വരുന്നു, അതിനെ ഒരു സോഷ്യലിസ്റ്റ് സംഗതിയായിട്ട് മാറ്റുന്നു. പിന്നീട് ജയപ്രകാശ് നാരായൺ ഉണ്ടാകുന്നു. പിന്നീട് ലാലു യാദവും നിതീഷ് കുമാറും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന കുറേ കാലം 2020 തൊട്ട് 20 കൊല്ലമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ കാലത്തിന് ഒക്കെ കോൺഗ്രസ് ക്ഷീണിച്ച അവസ്ഥയിൽ തന്നെയാണ്. കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഈ ഉന്നത കുലജാതികളുടെ വോട്ട് BJP മറ്റും കൈവശം വെക്കുന്ന നിലയും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആളുകളില്ല. പിന്നെ നമ്മൾ കാണുന്ന എന്താണ് അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ ആദ്യകാലത്ത് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഉന്നത കുലജാതികളെ മാത്രം നോക്കിയതിൻ്റെ കുഴപ്പങ്ങളെല്ലാം ഇപ്പോൾ അവിടെയുണ്ട്. കാരണം അവിടെ വലിയ വോട്ട് ബാങ്കായിട്ട് താഴെ തട്ടുള്ള ആളുകൾ വന്നു, അവർക്കൊന്നും കോൺഗ്രസ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു വരാൻ, എന്നിട്ടും അവിടെ 10% വോട്ട് ആരുമില്ലാത്ത കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ 8% ഉണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് യഥാർത്ഥത്തിൽ. കാരണം നമുക്കവിടെ അറിയാം, നമ്മൾ നേരത്തെ ബിന്നിൽ ഉദാഹരിച്ച നമ്മൾ രാവിലെ പറഞ്ഞ കാര്യം, ഈ ലുലു മാളിലെ പാർക്കിംഗ് ലോട്ടിൽ ഒരു ചെറുപ്പക്കാരൻ 19 വയസ്സുകാരൻ ബീഹാരി പയ്യൻ എന്നോട് പറഞ്ഞത്, വോട്ടില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, അച്ഛനമ്മയും വോട്ട് ചെയ്യും. അപ്പോൾ തേജസ്വി യാദവിനാണോ വോട്ട്, ജയിക്കുമോ, മുഖ്യമന്ത്രി ആവുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് ആ പേരറിയില്ല. 19കാരൻ പയ്യൻ ബീഹാറിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് തേജസ്വി യാദവ് എന്ന് പറയുന്ന നേതാവിൻ്റെ പേരിപ്പോഴും അറിയില്ല. എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ നിതീഷ് കുമാറിനെ അയാൾക്കറിയാം. അവിടെ എന്നാൽ അറിയുന്ന പേരുള്ള ഒരു കോൺഗ്രസ് നേതാവ് ആരാളുള്ളത്? ആരുമില്ല. ആരാണ് അവിടെ? ആരുമില്ല. BJPയുടെ സമ്രാട് ചൗധരിയെ നമുക്കറിയാം, മറ്റേ ഒരു ഉപമുഖ്യമന്ത്രി കൂടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ആരെയാണ് നമുക്കറിയാം. നേതൃബിംബങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ സ്ഥലത്ത് നിതീഷ് കുമാർ ഇപ്പോഴും പോലും ആളുടെ മനസ്സിലുള്ള, പിന്നെ ജയിലിലും രോഗപീഠയിലുമായിട്ട് കിടക്കുന്ന ലാലു പ്രസാദ് യാദവിനെ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുകൊടുക്കുന്ന ആളുകൾക്ക് അവിടെ ഉള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം, എന്താണ് ഇവർക്ക് പറ്റിയ വീഴ്ച എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് വോട്ട് ചോരിയും SIR ഒക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ വോട്ട് എടുത്ത് കളയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ ചർച്ചയാണ്. എൻ്റെ വോട്ട് പോകുന്നു, ബിനിലിൻ്റെ വോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ആ കാര്യം പറഞ്ഞാൽ തന്നെയും കേരളത്തിൽ വലിയ പ്രശ്നമാണ്. പക്ഷേ വോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ബീഹാറിൽ അവിടുത്തെ എത്രയോ 10-67 എന്ന് വെച്ചാൽ 63% ആളുകളുടെ ഒരു ദിവസത്തെ വരവ് 67 രൂപയാണ്. വെറും 67 രൂപ, 100 രൂപയിൽ കൂടുതൽ താഴെ, 100 രൂപയിൽ പോലും താഴെയുള്ള പൈസ മാത്രം ഒരു ദിവസം കിട്ടുന്ന സാധാരണക്കാരനായ മനുഷ്യനോട് നിങ്ങളുടെ വോട്ട് പോകുന്നു എന്ന് വെച്ചാൽ അയാൾക്ക് എന്താണ്? അയാൾ ചിലപ്പോൾ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ പോലും ആയിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ വോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതാനുകൂല്യങ്ങൾ പ്രശ്നത്തിലാകുമെന്ന് പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവും. പക്ഷേ ആ ആനുകൂല്യങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് 10,000 രൂപ അവൻ്റെ വീട്ടിലെ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് വീണു. ഈ 63 ലക്ഷം അല്ല 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വീണു. 18-നും 19-നും പ്രായത്തിനിടയിലുള്ള നിരവധിയായിട്ടുള്ള ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ പോയത്. അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അക്കൗണ്ടിലേക്ക് പൈസ വന്ന് വീണു. എന്ന് വെച്ചാൽ 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ കൊടുത്തു എന്ന് വെച്ചാൽ ആ ജനതയ്ക്ക് മുഴുവനായിട്ടും പൈസ വന്ന് നേർക്കുനേർ കാണുകയാണ്. അപ്പോൾ പിന്നെ ആനുകൂല്യങ്ങൾ പോകുന്നു എന്ന കാര്യവും നടക്കില്ല. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നാൽ കോൺഗ്രസ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ പിശക് ഈ മത്സരം. അവർ സൗഹൃദ മത്സരം എന്ന് പറയുന്നത്. RJDക്കെതിരെ 5 സീറ്റിലും CPIക്കെതിരെ 4 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 മണ്ഡലങ്ങളിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും CPIയും തമ്മിൽ മത്സരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 400-300 വോട്ടുകൾക്ക് തോക്കുന്നിടത്ത്, കഴിഞ്ഞ വർഷം തോറ്റെടുത്ത്, ഈ തവണയെങ്കിലും ഈ രാഹുൽ ഗാന്ധി എന്നവരോട് പറയേണ്ടത് ഇത് നടക്കില്ല. നിങ്ങൾ ഇത് ചെറിയ പ്രദേശങ്ങളിലെ ആളുകളാണ്, ഇത് നടക്കില്ല ഇവിടെ എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണല്ലോ രാഹുൽ ഗാന്ധി.
RJDക്കെതിരെ 5 സീറ്റിൽ ഇപ്പോൾ നോക്കൂ, CPIക്കെതിരെ 4, 5, 4, 9 സീറ്റ്. ഈ മത്സരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ 9 സീറ്റ് അക്കൗണ്ടിൽ ഇരുന്ന് തന്നെ, ആ മുന്നണിയുടെ അക്കൗണ്ടിൽ ഇരുന്ന് തന്നെ. എന്നിട്ട് ജയിക്കാവുന്ന ചുരുക്കം സീറ്റുകൾ വാങ്ങി ജയിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത് എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളായേനെ. പക്ഷെ അത് ചെയ്യാനുള്ള ലീഡർഷിപ്പ് അവർക്ക് അവിടെ ഇല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് ഇപ്പം കേരളത്തിലടക്കമുള്ള കോൺഗ്രസ്സുകാർ ആകപ്പാടെ ക്ഷീണിച്ചിങ്ങനെ നിൽക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. അവിടെ തോറ്റു. ബിനിൽ ചൂണ്ടിക്കാണിച്ച പോലെയുള്ള കാര്യങ്ങൾ കർണാടകയിലും തെലങ്കാനയിലൊക്കെ ഉണ്ട്, എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ നരേന്ദ്രമോദിനെ ഒരു മുന്നണി സർക്കാരിനെ നയിക്കുന്ന ആളാക്കി മാറ്റിയത് ആരാണ്? കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിൻ്റെയും പണി അവിടെയുണ്ട്. പക്ഷേ ബീഹാറിൽ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബീഹാറിൽ നല്ല തിരിച്ചടിയുണ്ടായി. ബീഹാറിൽ അവർ ചെയ്ത തെറ്റ്, അവർക്ക് ചരിത്രമില്ല. അവർക്കുള്ള ചരിത്രം ഉന്നത കുലജാതികളുടെ ചരിത്രമാണ്. അവിടെ നിന്ന് വോട്ട് കിട്ടാനില്ല. ആ വോട്ട് BJP കൊണ്ടുപോയി, ആ വോട്ട് മറ്റു പാർട്ടികൾ കൊണ്ടുപോയി. അവിടെ ലീഡർഷിപ്പില്ല. അവിടെ നന്നായിട്ട് ഇളക്കി മറിച്ചു. ഈ മുന്നേറ്റം ഉണ്ടാക്കിയില്ല മുന്നണി ആകെ തന്നെയും. അതുകൊണ്ട് ആ ക്ഷീണമുണ്ടായി. ബിനിലിപ്പോൾ പറഞ്ഞതുപോലെ ഏത് നാട്ടിലും പോയിട്ട് രേവന്ത് റെഡ്ഡിയെയോ അല്ലെങ്കിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും പോലെ ഒരു നേതാവിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഈ നാട്ടിൽ നടന്ന് ഈ പാർട്ടി ഒന്ന് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാവുന്ന ഭാഷ, രാഷ്ട്രീയ ഭാഷയുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ അത് ഞാൻ പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷക്കാരും ഒരു പരിധിവരെ കോൺഗ്രസ്സുകാർ പോലും എന്നെ പരിഹസിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട BJP എവിടെയായിരുന്നു? BJP എത്ര 2 സീറ്റ് 3 സീറ്റിൽ നിന്നാണ് ഇവിടേക്ക് കയറി വന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ മാനേജ്മെൻറ്റ് മെഷീൻ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് അധാർമ്മികതയുടെയും അധികാരത്തോടുള്ള താല്പര്യത്തിൻ്റെ ഒക്കെ വലിയ കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരണം, അതിലേക്ക് വന്ന് കാര്യങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ അദ്ദേഹം നടത്തിയ യാത്ര, ജനഅധികാർ യാത്രയിൽ ഒരിടത്തും വോട്ടുണ്ടാക്കാനായില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ യാത്രയുണ്ടല്ലോ, ഭാരത് ജോഡോ യാത്ര, ആ പോയ വഴിയിലെല്ലാം വിജയിക്കുക ചെയ്തത് കഴിഞ്ഞ ഇലക്ഷനിൽ അല്ലേ? അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബീഹാറിൻ്റേതുപോലെ അങ്ങേയറ്റം ദരിദ്രമായ സാഹചര്യങ്ങളിൽ ലക്ഷക്കണക്കിന് 7% ആളുകൾ, ആ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 7% ആളുകൾ മൈഗ്രൻ്റ് വർക്കേഴ്സായിട്ട് പോയിരിക്കുകയാണ്. ഈ ലുലു മാളിൽ വന്നിരിക്കുകയാണ്, ഡൽഹിയിൽ പോയിരിക്കുകയാണ്, അവിടെ പോയിരിക്കുകയാണ്. അവിടെ ജോലിയില്ല. അവിടെ ഈ പറയുന്ന മുമ്പുണ്ടായിരുന്ന ഈ മധുര പഞ്ചസാര ഫാക്ടറികൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. തൊഴിലില്ല. PSC പരീക്ഷയ്ക്ക് ഇരുന്ന് എഴുതുകയാണ് അവരാളുകൾ കൂട്ടത്തോടെ. ഈ ഇലക്ട്രിക് ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടും ചെറുപ്പക്കാർ മുഴുവൻ എഴുതുകയാണ്. ജോലി കിട്ടാനില്ല. ഈ സംഗതികളിലേക്ക് ഇറങ്ങാൻ പറ്റിയ യുവാക്കളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാകും. അത് മോദി റാലികളിൽ പലയിടത്തും അഡ്രസ്സ് ചെയ്ത ഒരു കാര്യമാണ്. അറിയില്ല അവിടെ യൂട്യൂബ് റവന്യൂ ഏറ്റവും കൂടുതൽ വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന്. അതായത് റവന്യൂവിൻ്റെ ആകത്തുകയല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരുപാട് ആളുകളിലേക്ക് വരുന്നത് ബീഹാറിലാണ്. കാരണം ആളുകളെല്ലാം റീലുണ്ടാക്കി തുടങ്ങി. അതിന് അധാർമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ ഉപദ്രവിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ജോലിയില്ലാത്ത ചെറുപ്പക്കാർ ആ മാർഗങ്ങളിലേക്ക് ഉൾപ്പെടെ തിരിഞ്ഞു. അത് BJP മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അതാണ് ഈ പറയുന്ന ആളുകൾക്ക്. ഇപ്പം നിതീഷ് കുമാർ കാണിച്ചിരുന്ന മാതൃക, നമുക്കിത് അവസാനിപ്പിക്കാം. നിതീഷ് കുമാർ കാണിച്ചിരുന്ന മാതൃക എന്താണ്? ജനത്തിന് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. എങ്ങനെയെങ്കിലും അതാത് ദിവസത്തെ കടക്കണത്. പണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞാൽ ഇൻ ദ ലോങ് റൺ ഓൾ ആർ ഡെഡ്, എല്ലാവരും മരിക്കും. കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം മരിച്ചു പോകും. പക്ഷേ ഇപ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് പൈസ വരണം, ഇന്നത്തെ ദിവസം എനിക്ക് കടക്കണം. അതിന് വേണ്ട കാര്യങ്ങളാണ് നിതീഷ് കുമാർ ചെയ്യുന്നത്. എന്നാൽ 20 കൊല്ലം ഭരിച്ചു, 9 തവണ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ, ഈ മഹാൻ. എന്നിട്ട് ആ പ്രശ്നമൊന്നും അവിടെ തീർന്നിട്ടില്ലല്ലോ. ആ പ്രശ്നം തീരാത്തതുകൊണ്ട് എന്താ ഗുണം? പ്രശ്നം തീരാത്തൊരു സ്ഥലത്തേക്ക് കുറച്ച് പൈസ കൊടുത്താൽ അവരപ്പം ഉത്തേജിതരായിട്ട് അന്നത്തെ ദിവസം കടന്നു, അപ്പോൾ വോട്ടാണ്. അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ കേരളത്തിലൊക്കെ ഭൂപരിഷ്കരണമൊക്കെ നടക്കാതെ പോലെ പ്രശ്നത്തിൻ്റെ ആണിവേര് പരിഹരിക്കുകയല്ല, പ്രശ്നത്തിന് തരാതരം പോലെ ഡിവിഡൻഡ് കൊടുത്തിട്ട് ആ സമയത്ത് നേട്ടം ഉണ്ടാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതും കൂടെ കാണാം. അപ്പോൾ ഇതിൻ്റെ അത്തരം കാര്യങ്ങളെ കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങിയാൽ കോൺഗ്രസ്സിന് ഈ പറയുന്ന പോലെ ഇനിയും ഒരു സാധ്യതയില്ല എന്നാണ് മോദി പറയുന്നത്. പക്ഷേ അങ്ങനെ ഇട്ടു പോകുന്ന കാര്യമല്ലോ രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. രാഹുൽ മാജിക് അങ്ങനെയാണ് വോട്ടർ അധികാർ യാത്ര കടന്നുപോയ വഴിയിൽ തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടത്തെ കോൺഗ്രസും മഹാസഖ്യവും വിശേഷിപ്പിച്ചത്. പക്ഷേ ഭാരത് ജോഡോ യാത്രയിലെ മാജിക് ബീഹാറിൽ ആവർത്തിച്ചില്ല. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ വോട്ട് ചോരി ആരോപണം സാധാരണക്കാരായ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിനായില്ല, മഹാസഖ്യത്തിനും കഴിഞ്ഞില്ല. പ്രണബ് മുഖർജിയെയും അഹമ്മദ് പട്ടേലിനെയും എല്ലാം പോലെ ഒരു പരിണതപ്രജ്ഞനായ സ്ട്രാറ്റജിസ്റ്റിൻ്റെ അഭാവമാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ന്യൂനത. രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയെ RDX കുറച്ച് കാണുന്നില്ല. പക്ഷേ കുളത്തിൽ ചാടുന്നതൊന്നും പുതിയ കാലത്ത് വോട്ട് കൊണ്ടുവരില്ല എന്ന് ഈ ബീഹാർ അനുഭവം രാഹുലിന് തിരിച്ചറിവുണ്ടാകട്ടെ. പഴയ പ്രതാപകാലത്തിൻ്റെ തഴമ്പിലുള്ള വല്യേട്ടൻ മനോഭാവവും അവരിന് മാറ്റുമായിരിക്കും. പ്രാദേശിക പാർട്ടികളെ കേൾക്കാനും പ്രാദേശിക സ്വഭാവത്തിനനുസരിച്ച് മാറാനും അവർ തയ്യാറായില്ലെങ്കിൽ ഇനിയും അതൊക്കെ തന്നെ ആവർത്തിക്കും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം രക്തത്തിൽ പേറുന്ന കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് മാത്രം പൂരിപ്പിക്കാനാകുന്ന ഒരു റോൾ ഇന്നുമുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. രാജ്യമാകെ പടർന്നു കിടക്കുന്ന ഒരു പാർട്ടിയെന്ന് ഇപ്പോഴും വേണമെങ്കിൽ വിശദീകരിക്കാം. കോൺഗ്രസിനെ നെഞ്ചേറ്റിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്നേഹവും പ്രതീക്ഷയും ഇന്നും ആ സംഘടനയോടൊപ്പം ഉണ്ട് എന്നും കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നു. തെറ്റുകൾ തിരുത്തി ഈ കിട്ടിയ വമ്പൻ തിരിച്ചടിയിൽ നിന്നും തിരിച്ചുയർക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഇടവേളയിൽ